ബീച്ചോറോണ്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചല്ലോ. അപ്പോൾ 2 എണ്ണം കിട്ടിയിട്ടാണ് നമുക്ക് ഇന്ന്. അപ്പം ഇനി നമുക്ക് എന്താ കേട്ടോ ഒരു എന്താ പറയുക സബൂറില്ല ടൈമില്ല. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കൊമ്പെടുത്തിട്ട് കുഴിച്ചിട്ട് വെക്കാം. അത് ഉണ്ടാവുണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ നമുക്കിനി അതിൻ്റെ വീഡിയോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ടോട്ടൽ നമ്മൾ 4 പീസ് എടുത്ത് കൊണ്ടോ അതുപോലത്തെ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഏത് ഭാഗമാണോ കുഴിച്ചിരുന്നത് ആ ഭാഗം നിങ്ങൾ ചെത്തി കൊടുക്കണം, കൂർപ്പിക്കുക. കായ്ച്ചതിന് ശേഷം കൊമ്പെടുത്തിട്ട് കുഴിച്ചിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കായ്ച്ചല്ലോ, അപ്പോൾ അതിന് ശേഷമുള്ള പരീക്ഷണം നടത്തുക കേട്ടോ. എങ്ങനെ ആവും, ചിലപ്പോൾ തൈ ഉണ്ടാവും, ഇതിന്മേൽ കായ ഉണ്ടാകണമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഉണ്ടായതിന് ശേഷം തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഫസ്റ്റ് പരീക്ഷണം കേട്ടോ. ഇതിൻ്റെ അടിഭാഗം ഏത് ഭാഗമാണോ മണ്ണിൻ്റെ അടിയിലേക്ക് പോണേ അതിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് ചെത്തി കൊടുക്കാം. ടോട്ടൽ 4 പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി 4 ചട്ടിക്ക് നമുക്ക് കുത്തി കൊടുക്കാം. അത്യാവശ്യം നല്ല മുള്ളുണ്ട് കേട്ടോ. മണ്ണ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ലാസ്റ്റ് പറിച്ച കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട്. ഇപ്പോൾ പോത്തിന് ശേഷം ലാസ്റ്റ് കട്ട് ചെയ്തെടുത്ത ഭാഗമായിട്ടത്. നല്ല അത്യാവശ്യം മഴ കൊണ്ടാലും അത്യാവശ്യം നല്ല മധുരം ഉണ്ടായി കേട്ടോ. നമ്മൾ ലാസ്റ്റ് എത്തിയപ്പോഴാണ് നമ്മൾ കവർ ഇട്ടിയത്. ഫസ്റ്റിൽ തന്നെ കവർ ഇട്ടിക്കുകയാണെങ്കിൽ നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ കഴിക്കാൻ നല്ല എന്നാൽ ഒരു പ്രത്യേക ടേസ്റ്റ് പറയണ്ടായില്ലേനും എന്നാൽ വേറൊരു ഫീലാണ്. നമ്മൾ വേറെ മധുരമോ കാര്യങ്ങളൊന്നും ചേർക്കാതെ നല്ല ജ്യൂസൊക്കെ ആയിട്ട് നല്ല കുടിക്കാൻ പറ്റിയിട്ട് കേട്ടോ. പിന്നെ കളറാണ്, രക്തമൊക്കെ നല്ല ചുവപ്പ് കളറാവും കുടിക്കുകയാണെങ്കിൽ. ഇതിപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ കയ്യുമൊക്കെ ആകെ കൈയൊക്കെ ഫുള്ള് ചുവപ്പ് കളറാവും, നാവ് കൈയൊക്കെ അത്രയും ചുവപ്പാണ്. പക്ഷെ കണ്ടോ ഇനിയുണ്ടൊരു 2-3 കേട്ടോ. ഇതാ ഒന്ന്, അതിൻ്റെ താഴെ ഒന്ന്, പിന്നെ മുകളിലൊന്നും പാടെ അതുകൊണ്ട് കേട്ടോ. അങ്ങനെ 3 തന്നെയുണ്ട്. താഴത്തില്ലിമ്മ കവർ ഇട്ടിട്ടില്ല, മേലത്തെ 2 മീനാ കവർ കെട്ടിക്കണം. ഇപ്പോൾ അയിമയോടെ കെട്ടണം, ചെറുതിമ്മ താഴത്തിമ്പാടെ. ഇനി കവർ ചിലപ്പോൾ ഇനി വലിപ്പം കൂടി വരുമ്പോൾ ടൈറ്റ് ആവുകയാണെങ്കിൽ കവറപ്പോൾ വലുത് കെട്ടി കൊടുക്കണം. ഇപ്പോൾ ചെറിയ കവറാണിത്. നമ്മൾ പഞ്ചസാര അങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന കവർ എടുത്ത് കെട്ടിയാട്ടോ. ശരിക്കും പറഞ്ഞാൽ തൈ ഞാനൊരു 100 രൂപ എടുത്ത് കൊടുന്ന തൈയാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 2 കായ അറുത്തു. ഒരു കായ 400 ഗ്രാമും ഒരു കായ ഏകദേശം 600 ഗ്രാമും. അപ്പോൾ തന്നെ 1 കിലോനായി. 1 കിലോത്തിന് നമുക്ക് മാർക്കറ്റിൽ 200 റുപ്യാണ് വില. അപ്പോൾ തന്നെ നമുക്ക് 2 തൈ 200 രൂപ കൊടുക്കുന്നത് അപ്പോൾ തന്നെ മുതലായിട്ടോ. 2 കായ പറിച്ചപ്പോൾ തന്നെ മുതലായി. പക്ഷെ ഒരു 2 വർഷത്തിൻ്റെ കാലയളവ് കഴിഞ്ഞിരിക്കണം. പക്ഷെ ഇനി നമുക്ക് ബാക്കി കിട്ടുന്ന ഫുള്ള് പ്രോഫിറ്റാണ്. അതാണ് ചെന്തോണി വെച്ച് കഴിഞ്ഞിട്ട് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടണൊക്കെ നമുക്ക് ലാഭമാണ്. ഒപ്പം ഒന്നും ചേർക്കാത്ത നല്ല നമ്മളെ വീട്ടിൽ നമ്മളെ കണ്ണു മുന്നിൽ തന്നെ ഉണ്ടാകുന്ന സാധനം കഴിക്കുകയും ചെയ്യാം. ഇതാണിപ്പോൾ 4 തൈ നമ്മൾ നട്ട് വെച്ചാട്ടോ. അപ്പോൾ നമ്മളെ നേരെ സൺസൈഡിൻ്റെ അടിയിലായിട്ട് വെച്ചിരിക്കണേ, ഡയറക്റ്റ് വെള്ളം തട്ടൂല. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് വേണ്ട നനച്ചു കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ, പറ്റ ഡ്രൈ ആകുമ്പോൾ. അല്ലെങ്കിൽ ഇപ്പം തന്നെ മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞ് പോകും. അത് കാരണത്താൽ നേരെ റാക്കിൻ്റെ അടിയിൽ വെച്ച് കേട്ടോ.